കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ പ്രതിഷേധം ശക്തമാക്കി മലപ്പുറം കൊണ്ടോട്ടിയിലെ മൂച്ചിക്കുണ്ട് കോളനി നിവാസികൾ. കൊണ്ടോട്ടി നഗരസഭയ്ക്ക് മുന്നിൽ പ്രദേശവാസികൾ പ്രത്യക്ഷ സമരം തുടങ്ങി. കോളനിയിലെ 100ഓളം കുടുംബങ്ങളാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. 6 പതിറ്റാണ്ടിലധികമായി കുടിവെള്ളമെന്ന ആവശ്യത്തിനു മുന്നിൽ അധികാരികൾക്ക് മുമ്പിൽ കൈനീട്ടുകയാണ് കൊണ്ടോട്ടിയിലെ മൂച്ചിക്കുണ്ട് കോളനി നിവാസികൾ. പദ്ധതികൾ പലതും പ്രഖ്യാപിച്ചെങ്കിലും എല്ലാം പാതി വഴിയിൽ മുടങ്ങി. ഒരു തുള്ളി കുടിവെള്ളം പോലും മല കയറി ഈ കോളനിയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഒടുവിൽ ഗത്യന്തരമില്ലാതെ പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോളനി നിവാസികൾ. കുടിവെള്ളം എന്നല്ല, കുടിക്കാൻ മാത്രമല്ല ഞങ്ങൾക്ക് ഒരു കാര്യത്തിലും ഞങ്ങളുടെ നാട്ടിൽ വെള്ളമില്ല. പദ്ധതികൾ ഒരുപാട് പറയുന്നുണ്ട്, പക്ഷേ ഒരു പദ്ധതി ഞങ്ങളുടെ നാട്ടിൽ ഇതുവരെ നടപ്പിലായിട്ടില്ല. ഡെയിലി ഒരു വ്യക്തി ഒരു ബക്കറ്റ് 2 ബക്കറ്റ് വെള്ളം കൊണ്ട് നിങ്ങളെ കൊണ്ടൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നല്ല, പക്ഷെ ഞങ്ങളത് ചെയ്യുന്നുണ്ട്. ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് കുളിയും നനയും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നൊരവസ്ഥ. കാരണം ഞങ്ങൾക്ക് അതേ ഉള്ളൂ. വലിയ തുകകൾ ചെലവഴിച്ച് വാഹനങ്ങളിൽ കുടിവെള്ളം എത്തിച്ചാണ് ജീവിതം തള്ളി നിൽക്കുന്നത്. കൂലിപ്പണിക്കാരായ തങ്ങൾക്ക് ഇത് എത്ര കാലം സാധിക്കുമെന്നാണ് ഈ മനുഷ്യർ ചോദിക്കുന്നതും. വെള്ളമില്ല, ഞങ്ങളെല്ലാവരും 600 രൂപ 700 രൂപ കൊടുത്തിട്ടാണ് 2 ആഴ്ച കൂടുമ്പോൾ ഞങ്ങൾക്ക് വെള്ളം അടിക്കണം. അല്ലാതെ ഞങ്ങൾക്ക് കുടിക്കാനും വെള്ളമില്ല, ഞങ്ങളെ പുറത്തത്തെ ആവശ്യങ്ങൾക്കും വെള്ളമില്ല. എല്ലാത്തിനും ഞങ്ങൾ പൈസ കൊടുത്താണ് വെള്ളം അടിക്കുന്നത്. എല്ലാവരും സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന സാധാരണ ജനങ്ങളാണ്. ചിലപ്പോൾ കുളിച്ചാതൊക്കെ നിൽക്കുകയാണ് ഞങ്ങൾ, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ നിൽക്കുക. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ഉണ്ടായില്ല എങ്കിൽ ജില്ലാ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്താനാണ് സമരസമിതിയുടെ തീരുമാനം. റിപ്പോർട്ടർ മലപ്പുറം.